ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫുഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല കിടിലം പാനിപ്പൂരിയും ഒരു ചായയും കുടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഷോപ്പിംഗ് തുടങ്ങിയത്. നമ്മളിപ്പോൾ രാമചന്ദ്രനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ കിടിലം ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതെല്ലാം മേടിക്കാൻ തോന്നും, പക്ഷേ എല്ലാത്തിനും നല്ല വില ഉള്ളതുണ്ട്. നമ്മൾ ആവശ്യമുള്ളത് മേടിച്ചിട്ട് മടങ്ങാറാണ് പതിവ്. പിന്നെ ഈ ചില്ലുകൂട്ടിലിരിക്കുന്നതിനോട് മാത്രം കഴിക്കാൻ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് തോന്നാറില്ല. ഇതുണ്ടല്ലേ മല്ലിയിലയിൽ പൂക്കളൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിയിലയിൽ പൂവ് കാണുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം വളരെ വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീട്ടിലത്തേക്ക് വാങ്ങിക്കാറുള്ളൂ. വെജിറ്റബിൾസ് തന്നെ നമ്മൾ അധികം വാങ്ങിക്കാറില്ല, കാരണം വീട്ടിൽ തന്നെ ചെറിയ രീതിയിലൊരു കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തക്കാളി, ബ്രിഞ്ചോൾ, വെണ്ടയ്ക്ക, കറിവേപ്പില, മുരിങ്ങയ്ക്ക, ചെറിയ രീതിയിൽ ചെറിയ ഉള്ളിയുണ്ട്. പക്ഷെ അതെന്നാലും നമുക്ക് ഇങ്ങനെ വീട്ടിലത്തെ ആവശ്യത്തിലേക്ക് ഫുള്ളി തികയില്ല. അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാറില്ല. പക്ഷെ ബാക്കി സവാള, നെല്ലിക്ക പോലത്തുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഈ ഒരു സെക്ഷൻ കവർ ചെയ്യാൻ നോക്കും, കാരണം ഇവിടെ ഭയങ്കര ബിസിയാണ് ഈ ഒരു വെജിറ്റബിൾ സെക്ഷൻ. നമ്മളെടുത്ത് അതിൻ്റെ വെയിറ്റ് നോക്കി പിന്നെ അതിനെ എടുത്ത് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ആദ്യം ഈ ഒരു സെക്ഷനാണ് നമ്മൾ സാധാരണ കയറാറ്. നമ്മൾ ദേഹത്തെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വീട്ടിലത്തെ ആവശ്യമുള്ള സാമഗ്രികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് യൂട്യൂബ് വീഡിയോസിന് വേണ്ടി കുറച്ച് ഫുഡ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കി ഇടാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസും കൂടെ നടത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് എൻ്റെ അമ്മൂമ്മയുടെ, മൈ ഗ്രാൻഡ് മദർ സ്പെഷ്യൽ സാധനമാണ്, വിമൻസ് ഹോർലിക്സ് പ്ലസ്. ഇതില്ലാണ്ട് പുള്ളിക്കാരിക്ക് ഈവനിങ് അങ്ങോട്ട് സെറ്റ് ആവത്തില്ല. ഈ ഹോർലിക്സ് കലക്കി കുടിക്കുന്നുണ്ട്, കലക്കി കുടിക്കുക എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. കലക്കിത്താ എന്ന് പറയും. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാകത്തില്ല, പിന്നീടാണ് നമുക്ക് അത് യൂസ്ഡ് ആയി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഹോർലിക്സ് ആണ് പുള്ളിക്കാരിക്ക് വേണ്ടതെന്ന്. അങ്ങനെ ഈ ഫ്ലോറിലെ ഏർപ്പാടൊക്കെ കഴിഞ്ഞ് അടുത്ത ഫ്ലോറിലോട്ട് നമ്മൾ പോകാൻ പോകും. ഈ കാണുന്നതാണ് നമ്മുടെ ആക്സസറീസിൻ്റെ സെഷൻ. അപ്പോൾ കുറേ ക്യൂട്ട് ക്ലിപ്സും കുറച്ച് ക്യൂട്ട് ബൺസൊക്കെ ഉണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ നീസിൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റൊക്കെ നോക്കാനാണ് ഞാൻ ഈ ഒരു ഫ്ലോറിലോട്ട് കയറിയത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുമായിരിക്കും, കാരണം 9 വയസ്സേ ഉള്ളൂ പുള്ളിക്കാരിക്ക്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹണ്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്രാഫ്റ്റൊക്കെയാണ് പുള്ളിക്കാരിയുടെ മെയിൻ തിങ് എന്ന് പറയുന്നത്. ക്രാഫ്റ്റും ഇഷ്ടമാണ്. പിന്നെ ഇതുപോലത്തെ ക്യൂട്ട് സ്റ്റഫ്സൊക്കെ ആണെങ്കിൽ ഹായ് അടിപൊളി എന്നൊക്കെ പറയും. ഇത് ഞങ്ങളുടെ വീട്ടിലത്തേക്ക് നോക്കുന്നൊരു മാറ്റാണ്. എനിക്ക് ഫ്ലഫി ആയിട്ടിരിക്കുന്ന മാറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഭയങ്കര എപ്പോൾ വന്നാലും മേളത്തെ ഫ്ലോറിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ മാറ്റിൻ്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് മേടിക്കാൻ തോന്നും. പിന്നെ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഏരിയ ആണ് സ്റ്റീൽ പാത്രം. ഈ പാത്രങ്ങൾ എവിടെ കണ്ടാലും പുള്ളിക്കാരി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അതൊക്കെ ഒന്ന് നോക്കി, അതൊക്കെ അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് പറ്റുമെങ്കിൽ കുറച്ചൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ പുള്ളിക്കാരി വരാറുള്ളൂ. അപ്പോൾ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്കും സ്റ്റീൽ പാത്രം കാണുമ്പോഴത്തേക്കും നോക്കിയാൽ കൊള്ളാം എന്നുവെച്ചാൽ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ കാണുമ്പോൾ ഓക്കെ ഇതുണ്ടെങ്കിൽ കൊള്ളാം എന്നൊക്കെ എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തോ അത് കണ്ടപ്പം ഭയങ്കര ഭംഗിയുണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്ന പാത്രങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞി ക്യൂട്ട് പാത്രമുണ്ടല്ലോ, അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട്. സമയം പോകാൻ വേറെ ഒന്നും വേണ്ട എന്നുള്ളതാണ്. കിടിലം ക്യൂട്ട് പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് പാത്രമാണ്, ഈ പറഞ്ഞ ബേസിൻ പോലത്തെ ഒക്കെ ഉള്ളൊരു പാത്രം. പിന്നെ അതേ ഇവിടെ കിടക്കുന്ന ഞാൻ പറഞ്ഞ പോലെ ഈ സ്കൂളിലും ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന കൈൻഡ് ഓഫ് കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെയാണ്. ഈ ഒരു പാത്രത്തിനുണ്ടല്ലോ എടുത്തതേ ഓർമ്മയുള്ളൂ, ഭയങ്കര വെയിറ്റ്. കാണുന്ന പോലെയല്ല, ഭയങ്കര കാണുമ്പോഴും വെയിറ്റ് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ, പക്ഷെ ഭയങ്കര വെയിറ്റ്, എടുക്കാൻ നിവർത്തിയില്ല അത്ര വെയിറ്റ്. പക്ഷെ ഇത്ര കട്ടിയുള്ള പാത്രങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കരിഞ്ഞു പോയില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല ഈ ബക്കറ്റ്. എനിക്ക് ഈ ബക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ റെസ്റ്റോറൻറ്റ്സിൽ മാത്രമേ ഈ ബക്കറ്റിൽ കറി കൊണ്ടുവരുന്ന കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്കത് വീട്ടിൽ
വാങ്ങാൻ ഇഷ്ടമാണ്, പക്ഷേ വീട്ടിൽ മേടിക്കാത്തൊരു ഒരു ഒരു ഫാൻസി തിങ്ങാണ്. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലത്തെ വീട്ടിൽ ഈ ബക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഉപ്പൊക്കെ കൂരാനോ എന്തെങ്കിലും ആയിട്ടുള്ളതായിരിക്കാം. ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദിസ്. ഇതേ മൊന്തൊക്കെ ഇരിക്കുന്നു. മൊന്തൊക്കെ ഞാൻ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് തോന്നുന്നു കാണുന്നത്. യൂസ് ചെയ്യാറില്ല എൻ്റെ വീട്ടിൽ വന്നപ്പോൾ മൊന്ത. ഈ ഒരു ഫോർക്കിൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോർക്ക്. റെയിൻബോ കളറിൽ വരുന്ന ഒരു ഫോർക്ക്. ഇതാണ് ഈ ബോട്ടിൽസിൻ്റെ ഏരിയ. എൻ്റെ ഫേവറേറ്റ് ഏരിയ ആണ്. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ബോട്ടിൽസ് ഉണ്ടെങ്കിലും ഇവിടെ കാണുന്ന പല പല കൈൻഡ് ഓഫ് കണ്ടില്ലേ, പല കളർ, പല ഷേപ്പ്, പല സൈസ്, പല ഡിസൈൻ, ഇത്രയും ബോട്ടിൽസ് കാണുമ്പോൾ എന്തോ ഒരു ഭംഗി, ഒരു ഇഷ്ടം ഈ ഏരിയയിൽ വന്നിട്ട് ഒരു ബോട്ടിൽസ് ഇങ്ങനെ നോക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 ഫ്ലോറും ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.